ഹായ് ഓൾ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു കിഡിലൻ സ്നാക്കാണ് കേട്ടോ. വെറും 5-6 മിനിറ്റ് കൊണ്ട് നമ്മുടെ അടുക്കളയിൽ സ്ഥിരമായിട്ട് കാണുന്നൊരു 4 ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കിഡിലൻ സ്നാക്കാണ്. നമ്മുടെ ഭാഗത്തൊക്കെ ഇതിന് തരിയപ്പം എന്നാണ് കേട്ടോ പറയാറുള്ളത്. കോമൺ ആയിട്ട് പേരെന്താണെന്നുള്ളത് എനിക്കറിയില്ല. ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ നാട്ടിലൊക്കെ എന്താ പറയുന്നതെന്നുള്ളത്. സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള വേറെ ലെവൽ ഐറ്റം തന്നെയാണ് കേട്ടോ. എപ്പോഴും നമുക്ക് കഴിക്കാൻ തോന്നുന്നൊരു ടേസ്റ്റാണ്. പ്രത്യേകിച്ചും കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ തരിയപ്പത്തിനായിട്ടുള്ള 2 മുട്ട ഞാൻ ഈ ഒരു ബൗളിലേക്ക് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഒരു മുട്ടയ്ക്ക് 2 ടേബിൾ സ്പൂൺ എന്നുള്ള കണക്കിനാണ് ഞാൻ ചേർക്കുന്നത്. അത് കറക്റ്റ് മധുരമാണ്. അഥവാ ചില മുട്ടയുടെ വലുപ്പത്തിലൊക്കെ വ്യത്യാസം ഉണ്ടാവില്ല. അങ്ങനെയാണെങ്കിൽ 1/2 ടേബിൾ സ്പൂണോളം കുറക്കുകയോ കൂട്ടുകയൊക്കെ ചെയ്യണേ. അടുത്തത് 2 പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ടേസ്റ്റൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂണോളം ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെന്തായാലും ചേർക്കണമായിട്ട്, സ്കിപ്പ് ചെയ്യാണ്ട്. നല്ല ടേസ്റ്റാണ് ഇങ്ങനെ ഇതിൻ്റെ ഫ്ലേവറും കൂടി വരുന്ന സമയത്ത്. ഇത്രയും ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇതൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ പഞ്ചസാരയൊക്കെ ഒന്ന് നല്ലപോലെ മിക്സ് ആയിക്കോട്ടെ. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് മിക്സായി കിട്ടിയതിന് ശേഷം നമുക്കിനി ഇതിലേക്ക് 1 കപ്പ് അളവിൽ റവയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ വറുത്ത റവ തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം. അപ്പോൾ റവ എടുത്തു കഴിഞ്ഞാൽ ആദ്യം തന്നെ മൊത്തത്തിലായിട്ട് ചേർക്കേണ്ട, പകുതി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് വീണ്ടും ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ പിന്നെ ചില മുട്ടയുടെ വലുപ്പം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, വലുപ്പമൊക്കെ വ്യത്യാസം ഉണ്ടാവും. കാരണം ഞാൻ എടുക്കുന്ന പോലെയല്ല നിങ്ങൾ എടുക്കണം എന്നില്ല. അങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ 1/4 കപ്പൊക്കെ മതിയാകും, അല്ലെങ്കിൽ ചിലപ്പോൾ 1 കപ്പിലും കുറച്ച് അധികമായിട്ട് വേണ്ടി വരും. അത് നിങ്ങൾ നോക്കിയിട്ട് ചേർക്കുക കേട്ടോ. ഇതിൻ്റെ കൺസിസ്റ്റൻസി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓവർ ടൈറ്റായിട്ട് നമുക്ക് കുഴച്ചെടുക്കാൻ പറ്റുന്ന രീതിക്ക് ആവാനും പാടില്ല, ഓവർ ലൂസ് ആവാനും പാടില്ല. ഇതുപോലെ സ്പൂണിലൊക്കെ എടുക്കുന്ന സമയത്ത് ഇതുപോലെ പെട്ടെന്ന് തന്നെ ലൂസായിട്ട് ഊരി വരണം. ആ ഒരു രീതിക്ക് തന്നെ വേണം കേട്ടോ, എങ്കിലും നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടിക്കോളും. അത് ഇത്രയേ ഉള്ളൂ മിക്സിങ്. ഇതുപോലെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിത് ചുട്ടെടുക്കാം. അപ്പോൾ നമ്മുടെ തരിയപ്പം ചുട്ടെടുക്കാനായിട്ട് ഞാൻ ഇതുപോലെ ഒരു കാരക്കുഴിയാണ് കേട്ടോ വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇതിലാകുമ്പോൾ നല്ല ആ ഒരു ഷേപ്പിലും കിട്ടും. ഓവർ എണ്ണയൊന്നും നമുക്ക് ഇതിലാകുമ്പോൾ ആവശ്യമില്ല. അപ്പോൾ ഇതുപോലൊരു പാൻ വെച്ച് കൊടുത്തതിന് ശേഷം നല്ലപോലെ ചൂടാക്കി എടുക്കുക. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് നെയ്യ് ചേർത്ത് കൊടുക്കണം കേട്ടോ. നല്ല ഫ്ലേവറും സ്മെല്ലും ഒക്കെ ഉള്ള നമ്മുടെ RKG പോലത്തെ മിൽമയുടെ നെയ്യൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനത്തത് ചേർക്കുക. ഓയിൽ ചേർക്കുന്ന അത്ര നല്ലതല്ല കേട്ടോ. ഇതാകുമ്പോൾ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. എക്സ്ട്രാ ടേസ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ നെയ്യിൽ ചെയ്യുന്നതാണ്. അഥവാ നെയ്യ് ഇഷ്ടമില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഓയിൽ ചെയ്തോളൂ, കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് ഇതുപോലെ കുറച്ചായിട്ട് നെയ്യ് എല്ലാ കുഴിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഒരുപാടൊന്നും വേണ്ട കേട്ടോ, ഏതാണ്ട് ഒരു 1/4 ഭാഗത്തോളം മാത്രം മതി. ഇപ്പോൾ നെയ്യൊക്കെ നല്ലപോലെ ചൂടായി വന്നതിന് ശേഷം നമുക്കിനി നമ്മുടെ തരിയുടെ ആ ഒരു തരിയപ്പത്തിൻ്റെ മിക്സ് ഉണ്ടല്ലോ, അത് ഇതുപോലെ ഓരോ സ്പൂണ് വെച്ചിട്ട് എല്ലാ കുഴിയിലേക്കായിട്ട് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇതങ്ങനെ ഓവർ റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഏതാണ്ട് ഒരു 2 മിനിറ്റ് 3 മിനിറ്റ് ഒക്കെ മതി. കാരണം നമ്മളിത് മിക്സ് ചെയ്ത് വെച്ചിട്ട് പിന്നെ പാൻ ചൂടാക്കാൻ വെക്കുന്ന സമയം ഉണ്ടല്ലോ, എണ്ണയൊക്കെ ഒഴിക്കുന്ന സമയം, അത്രയും മാത്രം മതി കേട്ടോ ഇതിൻ്റെ റെസ്റ്റിംഗ് ടൈം എന്ന് പറയുന്നത്. അല്ലാണ്ട് എക്സ്ട്രാ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാമല്ലോ തരിയാണ്, റവയാണ്. അപ്പോൾ ഓവർ ടൈറ്റ് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു രീതിക്ക് തന്നെ എല്ലാ കുഴിയിലായിട്ട് ഒഴിച്ചു കൊടുക്കുക. പിന്നെ ഓവർ ടൈറ്റ് ആയി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നല്ല സോഫ്റ്റായിട്ട് കിട്ടില്ല കേട്ടോ. നമുക്ക് അത്യാവശ്യം നല്ല സോഫ്റ്റായിട്ട് തന്നെ ഈ ഒരു അപ്പം കഴിക്കുമ്പം വേണം. അപ്പോൾ ഇതുപോലെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ തരിയെന്ന് നമ്മൾ പറയുന്നത് റവനെയാണ് പറയുന്നത്. അപ്പോൾ ചില നാട്ടിലൊക്കെ റവ എന്ന് പറയുമ്പോൾ മനസ്സിലാവില്ല പെട്ടെന്ന്, അതുകൊണ്ടാണ് ഞാൻ ക്ലിയർ ചെയ്ത് തന്നിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ മൊത്തത്തിൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ മിഡിൽ ഭാഗത്തുള്ളത് പെട്ടെന്ന് തിരിച്ചു മറിച്ച് ഇട്ട് കൊടുക്കണം. കാരണം പെട്ടെന്ന് കരിയും. എന്താണെന്ന് വെച്ചാൽ ഒന്നാമത് മുട്ടയും റവയൊക്കെ ചേർത്തിട്ടുള്ള ഐറ്റം കൂടിയാണ്. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹീറ്റ് കൂടുതൽ തട്ടുന്ന ഭാഗം കൂടിയല്ല. അതുകൊണ്ട് അതിന് പെട്ടെന്നൊന്ന് കെയറായിട്ട് നന്നായിട്ട് ശ്രദ്ധിച്ചിട്ട് പെട്ടെന്ന് എടുക്കാൻ നോക്കുക. ബാക്കിയുള്ളതൊക്കെ നിങ്ങൾ സാവകാശം എന്ന് പറയുന്നത് ഏതാണ്ട് ഒരു സൈഡ് റെഡി ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ തിരിച്ചിട്ട് കൊടുക്കുക. ഒരുപാട് സമയമൊന്നും വേണ്ട കേട്ടോ, ഒരു 3 മിനിറ്റൊക്കെ മാത്രം മതിയാകും. ആ ഒരു സമയം കൊണ്ട് തന്നെ അടിഭാഗം മൊത്തത്തിൽ റെഡിയാവും. പിന്നെ തിരിച്ചിട്ട് കൊടുക്കുക. ആ ഒരു സൈഡ് ഇതുപോലെ കളറാകുന്ന സമയത്ത് നമുക്ക് കോരി എടുക്കുക കേട്ടോ, അത്രയേ ഉള്ളൂ. പിന്നെ ഒരു ലോ ടു മീഡിയത്തിലായിട്ട് വെച്ച് കൊടുക്കുക. ഓവർ ഹൈയിലായി കഴിഞ്ഞാൽ മുട്ടയൊക്കെ ചേർക്കുന്നില്ല, പെട്ടെന്ന് കരിഞ്ഞു പോവും. അപ്പോൾ ഇതുപോലെ തിരിച്ചു മറിച്ച് വിട്ടിട്ട് ഫ്രൈ ആക്കി എടുക്കുക. സിമ്പിളാണ്, ഈ ഒരു പരിപാടിയേ ഉള്ളൂ. പിന്നെ നമ്മുടെ ഐറ്റം റെഡിയായി. അപ്പോൾ പെട്ടെന്ന് എന്തെങ്കിലും നമുക്ക് സ്നാക്കൊക്കെ വീട്ടിലൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ ഉണ്ടാക്കണം എന്ന് തോന്നുമ്പോൾ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു കളറാകുന്ന സമയത്ത് എണ്ണയിൽ നിന്ന് എടുക്കുക. ഇത്രയേ ഉള്ളൂ. നന്നായിട്ട് വെന്തിട്ടൊക്കെ ഉണ്ടാവട്ടെ. പിന്നെ വറുത്ത റവയും കൂടിയാണല്ലോ, അതുകൊണ്ട് ഒരുപാട് സമയം കുക്കിംഗ് ടൈമൊന്നും ആവശ്യമില്ല. ഇതുപോലെ മൊത്തത്തിൽ എണ്ണയിൽ നിന്ന് കോരിയെടുക്കുക. അപ്പോൾ ഇതുപോലെ മിഡിലുള്ളത് ഞാൻ ഫസ്റ്റ് കോരി മാറ്റിയിട്ടുണ്ട്, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കരിയാൻ ചാൻസ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഹീറ്റിൻ്റെ പ്രശ്നം കൊണ്ട്. അതുകൊണ്ട് ഓരോന്നോരോന്നായിട്ട് ഇതുപോലെ തിരിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് ഏത് ഭാഗത്താണോ തീ കൂടുതൽ എത്തുന്നത് ആ ഭാഗത്തുള്ളത് പെട്ടെന്ന് തന്നെ വേവുമല്ലോ, അപ്പോൾ അതിനനുസരിച്ച് കോരിയെടുക്കുക. ഇത്രയേ ഉള്ളൂ.
അപ്പോൾ ഇതുപോലെ റെഡി ആയതിനു ശേഷം ഞാൻ ഇത് എണ്ണയിൽ നിന്ന് കോരി എടുക്കുന്നുണ്ട്. ഇനി ബാക്കിയുള്ളത് ഇതുപോലെ തന്നെ ചുട്ടെടുക്കുക. സിമ്പിൾ അല്ലേ? അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മൾ സിമ്പിൾ തരിയപ്പം റെഡി ആയിട്ടുണ്ട്. നമുക്ക് വീട്ടിൽ ഗസ്റ്റൊക്കെ വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് വീട്ടിലുള്ള ഐറ്റംസ് വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്നതിൽ വെച്ചിട്ട് ഒരു കിഡിലൻ ഐറ്റമാണ് കേട്ടോ. ഇതൊരു പഴയകാല സ്നാക്കാണ് കേട്ടോ. ഇപ്പോഴൊന്നുള്ള പുതുമയുള്ള ഒരു ഐറ്റം ഒന്നുമല്ല, പക്ഷേ ടേസ്റ്റ് വേറെ ലെവൽ തന്നെയാണ്. അപ്പോൾ ഒരു തവണയെങ്കിലും ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. അതുപോലെ തന്നെ എപ്പോഴും ഒരു ചൂടോടെ തന്നെ പാത്രത്തിലിട്ട് അടച്ചെന്നെ വെക്കാൻ നോക്കാം കേട്ടോ. അപ്പോൾ എപ്പോഴും ആ ഒരു സോഫ്റ്റ്നെസ് അതുപോലെ തന്നെ ഉണ്ടാവും. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. അപ്പോൾ വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. താങ്ക്